ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ട്രാവൽ വ്ളോഗ് ആട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോവാണ്. കണ്ടോ, എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി മാറ്റി കൊടുക്കാണ്ട് അവിടെ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എറണാകുളത്തേക്കാണ് പോകുന്നത്. അപ്പം പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കണ്ടോ, മക്കളെല്ലാവരും മാറ്റി ഗായിനെ മാറ്റി കൊടുക്കാൻ. ഓക്കെ, ബൈ. ഹലോ, എൻ്റെ ഇൻട്രോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ എറണാകുളത്തേക്ക് ട്രിപ്പ് പോകാം കേട്ടോ, ഒരു സ്റ്റേക്കേഷൻ പോലെ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഓൺ വോയിസ് വീഡിയോ ചെയ്യണം എന്നാണ് കരുതിയത്. ഇവരിടയിൽ ഓൺ വോയിസ് വീഡിയോ ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ടാസ്ക്കാണ് കേട്ടോ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകണം, എവിടെ പോകണം എന്നുള്ളതൊക്കെ ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല പ്രതീക്ഷയിലാണ് പോകുന്ന തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇത്തികാക്കാനോട് പറയായിരുന്നു. നല്ല മഴയുണ്ട് കേട്ടോ ഗൈസ്. ഇത് അന്നമ്മു റെഡി ആയിന്, മുറ്റാത്തൊക്കെ റെഡി ആയി സെറ്റായി. മിന്നത്തി സെറ്റായി ഗൈസ്. ട്രിപ്പ് തുടങ്ങിയിട്ടുള്ളൂ, അപ്പൊ തന്നെ ഇതാണ് അവസ്ഥ. സെക്കൻഡ് ഫാമിലി, സെക്കൻഡ് കപ്പിൾ ആൻഡ് ഫാമിലി. നിങ്ങൾ പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. വണ്ടി അവിടെയാണ് ഉള്ളത്. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് മെല്ലെ പോവാണ്. നോക്കട്ടെ ബിരിയാണി ഗൈസ്, ലുക്കാണ് ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ കൊള്ളൂല. സോ ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോകുന്നത് കേട്ടോ. ദാഹിമിനെയും കൊണ്ട് ആദ്യമായിട്ടാട്ടോ ഒരു സ്റ്റേക്കേഷന് പോകുന്നത്, അതും ഫാമിലി ആയിട്ട്. അപ്പം എനിക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കളിയാക്കിയായിരുന്നു കേട്ടോ, ലാഗേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പിന്നെ എൻ്റെ മാത്രമല്ല, എല്ലാവരും അവസ്ഥ അതുപോലെ തന്നെ. ഒരുപാട് ലാഗേജ് ഉണ്ടായിരുന്നു, മക്കളെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ. ഞങ്ങൾ ഒരുപാട് നാൾ പ്ലാൻ ചെയ്തതാണ്, ഇപ്പോഴാണത് നടക്കുന്നതെന്ന് മാത്രം. അങ്ങനെ ഞാനും ചെറിയ ഇത്താത്തിയും ഒരു വണ്ടിയിലായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ, പിന്നെ അവർ 2 ഫാമിലി ഒരു വണ്ടിയിലും. ഞങ്ങൾ കോട്ടക്കൽ കുറ്റിപ്പുറം വഴി അങ്ങനെ കേട്ടോ പോകുന്നത്. അപ്പം ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആകെ മെസ്സ് ചെയ്യുന്നു റോഡൊക്കെ. ഇത്തിക്കാക്കാൻ്റെ സ്ഥിരം റൂട്ടായതുകൊണ്ട് തന്നെ ഇത്തിക്കാക്കൊക്കെ എല്ലാ ഡീറ്റെയിൽസും അറിയായിരുന്നു. ഏത് റോഡാണ്, എങ്ങനെയാണ്, എവിടെയാണ്, എന്തെല്ലാം എന്നുള്ളതൊക്കെ ഇത്തിക്കാക്ക എല്ലാം പറഞ്ഞിരുന്നുണ്ട് ഡീറ്റെയിലായിട്ട്. എറണാകുളം എത്തുന്ന വരെ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ റൂട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇത്തികാക്കാൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല ഫുഡിൻ്റെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇത്തികാക്ക അറിയട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തുമ്പോഴും ഇത്തികാക്ക ഇവിടെ ഫുഡ് കിട്ടും എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? കുറ്റിപ്പുറം ടൗണൊക്കെ അവിടെയാണ്. മറ്റേ പാലം വന്നല്ലേ, ഈ പാലം ഓർമ്മയായിരിക്കും. കുറ്റിപ്പുറം പാലമാണ് ഗൈസ്. അവിടെ വേറെ പാലം വരുന്നുണ്ട്, അത് വന്നാൽ ഇത് ഓർമ്മയാകും. ആരെങ്കിലും അറ്റൻഡ് ചെയ്യോ? ഞങ്ങളങ്ങനെ യാത്ര വീണ്ടും തുടരുകയാണ്. ഞങ്ങൾ അതിന്റെ ഇടയിൽ വണ്ടി മാറി കയറി. ഞങ്ങൾ ഗേൾസ് ഒക്കെ ഒരു വണ്ടി അതുപോലെ വാങ്ങി കിട്ടുന്ന ഞങ്ങളങ്ങനെ പൊതുക്കാണ്. ഞങ്ങള്
ആൾക്കാരൊക്കെ അങ്ങോട്ട് കൂടെ ഒക്കെ മാറിട്ടോ. ഞങ്ങൾ ഇത്തക്കാരും ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ചൊരു വണ്ടിയിലായി, ഗേൾസ് ഓൺലിയായി ഇക്കട്ടോ. സ്റ്റേക്കേഷൻ ആണ് പോകുന്നത്. ഞാൻ എങ്ങോട്ടാ പോണത് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടെ ഒരു വണ്ടി കയറിട്ടോ. ഗേൾസ് അല്ല, വുമൻസ് അങ്ങനെ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു വണ്ടി കയറി. പിന്നെ അങ്ങോട്ട് ഫുള്ള് നല്ല രസമായിരുന്നു കേട്ടോ, വർത്താനും കാര്യങ്ങളും. അവിടെ എത്തുന്നത് അറിഞ്ഞിട്ടേ ഇല്ല. ഇക്കാക്കാരും മക്കളും ആ കാറിലേക്കാക്കി. ഇതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ 4 പേരും. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒന്ന് സൈഡാക്കിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. അതുപോലെ സമൂസ അങ്ങനത്തെ ചെറിയ കടികളൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിട്ടോ. ഞങ്ങൾ 4 പേരും ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തോളം ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അവിടെ എത്തിയിട്ടും ഞങ്ങൾക്ക് തീർന്നിട്ടില്ലായിരുന്നു. നല്ല രസമായിരുന്നു, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. മാഷാ അല്ലാ, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു റിലാക്സ് ആയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഈ ട്രിപ്പ് കൊണ്ട്. പിന്നെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് ഇത്താത്താൻ്റെയും ഇക്കാക്കാൻ്റെയും വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ട്രിപ്പാട്ടോ. അത് എല്ലാവരും ഒരുമിച്ച് വേണമെന്നുള്ളതുകൊണ്ട് എല്ലാവരും സൗകര്യത്തിനനുസരിച്ച് നീണ്ടു പോയതാണ്. ഞങ്ങൾ വന്നിട്ട് നിങ്ങളൊന്നിട്ട് പോവാം, സൈഡാക്കാം. ഒരു പമ്പ് കേറി ലുലു കാണുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തി. വർത്താനം പറഞ്ഞ് എറണാകുളത്ത് എത്തിയത് അറിഞ്ഞതേ ഇല്ല. ഞങ്ങൾ അവരെ ഫോളോ ചെയ്തിട്ടാട്ടോ പോകുന്നത്. ഞങ്ങളെ റൂട്ട് മാപ്പായി ഇത്തിക്കാക്ക ആ കാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ വിചാരിക്കും എറണാകുളത്ത് പോയത് ഇത്ര വലിയ സംഭവമാണോ, അതിന് റൂട്ട് മാപ്പിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഗൈസ് അങ്ങനെയല്ല ഗൈസ്, ഇത്തിക്കാക്കക്ക് എല്ലാ റൂട്ടും പക്ക ക്ലിയർ ആണ്. അതുമാത്രമല്ല എവിടേക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഉണ്ട് എന്നുള്ളതും അറിയാം. അപ്പോൾ അഥവാ അവരെവിടെയെങ്കിലും നിർത്തിയാൽ ഞങ്ങൾക്കും അവരെ കൂടെ തന്നെ നിർത്താലോ എന്ന് കരുതിയിട്ട് അവരെ ഫോളോ ചെയ്തിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്കത് മിസ്സാവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാട്ടോ. ഒന്നുമില്ല ഗൈസ്, പറ അതാ പ്രസകരെ നേരെ കൂടെ ട്രെയിൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞത് അമ്മക്ക് പോയി. ഫിമോൾ വേണ്ടോ എന്താ ഉണ്ടാക്കട്ടെ ഫിമോളെ? ഈ ബച്ചിന്റെ ഇവിടുന്നാണ് ഇത്തികാക്ക കാണലോ. എവിടെയും ഏത് ഭാഗത്തൊന്നും ഉറപ്പിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഓൺ വോയിസ് കുറച്ച് ടാസ്ക് ആട്ടോ. കാരണം ഒരുപാട് കമൻസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. പിന്നെ ഞങ്ങൾ ഈ ടൂർ പ്ലാൻ ചെയ്ത അന്ന് മുതൽ ഇത്തിക്കാക്ക എന്നും ബ്രിഡ്ജിൻ്റെ അവിടെ എത്തുമ്പം ലേമറഡിയുടെ പിക്ചർ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ വിടും. ഗൈസ് നമുക്ക് പോകേണ്ട ഗൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഏത് ബ്രിഡ്ജിൽ നിന്നാണ് ഇത്തിക്കാക്ക അത് ഫോട്ടോ എടുത്തത് എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. സോറി ഗൈസ്, ഞാൻ എവിടെ പോകണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ലേമറിഡിയിലാട്ടോ പോകുന്നത്. കൊച്ചി ലേമറിഡിയിൽ ഒരു സ്റ്റേക്കേഷനാണ് പോകുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. അപ്പോൾ ഞങ്ങളിത് അവസാനം ലേമറിഡിയിൽ എത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ലോബിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യായിരുന്നു.
ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ ലോബിയിൽ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ ലാഗേജും കാര്യങ്ങളും പിന്നെ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യണമല്ലോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളപ്പം എല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ, എന്തൊക്കെ ചെയ്യേണ്ടത്, പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത് ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ്. പിറ്റേന്ന് 12 മണിക്കാണ് ഞങ്ങൾ ചെക്കൗട്ട്. ചെക്കിൻ ടൈം 3 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എത്താൻ വേണ്ടിയിട്ട്. അവിടെ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ഞങ്ങൾ അവിടെ പൂൾ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുമായിരുന്നു. ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ ഞങ്ങളൊന്ന് വാഷ്റൂമിൽ കയറി ഒന്ന് ജസ്റ്റ് ഫ്രഷായി, മക്കളെയൊക്കെ കൊണ്ട് വാഷ്റൂമിൽ കയറി ഒന്ന് ജസ്റ്റ് ഫ്രഷായി. അങ്ങനെ ഇതാ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ 3 കപ്പിൾസും ഒരേ റൂം അടുത്തടുത്തായിരുന്നു. ബട്ട് വലിയ കാക്കാൻ്റെ റൂം 4th ഫ്ലോറിലായിരുന്നു. അവരുടെ സ്യൂട്ട് റൂം ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ റൂമിൽ പോവാട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ആദ്യം താഴത്ത് പോയി റൂമൊക്കെ കണ്ടിട്ട് നേരെ ഇക്കാക്കാൻ്റെ റൂമിലേക്ക് മേലേക്ക് 4th ഫ്ലോറിൽ പോയി അവിടെയും റൂമൊക്കെ ചെന്നൊന്ന് കണ്ടിട്ട് പിന്നെ ഫ്രഷ് ആവാന്ന് കരുതി. അങ്ങനെ ഇതാ ഞങ്ങൾ റൂമിലൊക്കെ എത്തി റൂമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുക കേട്ടോ. പിന്നെ ദാഹിമിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ടുള്ള യാത്രയിൽ ഉറങ്ങായിരുന്നു. പിന്നെ ഇത്താത്താരും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവനെങ്ങനെ കൈമാറാനൊക്കെ സുഖമായിരുന്നു. പിന്നെ ഇവിടെ റൂമിൽ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അവനും തന്നെ അങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അവൻ കാമൻ കൂളായിട്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ഇക്കാക്കാൻ്റെ റൂമിലേക്ക് പോവുക കേട്ടോ. അവിടെ എങ്ങനെയുണ്ട് അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഞങ്ങൾ അങ്ങോട്ട് പോയി മേലേക്ക്. ഇതാ ഇവിടെ ബത്തി ഓൾറെഡി എത്തി ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കയറി കാണുമായിരുന്നു. ഇത് ഇവരുടെ റൂം എന്ന് പറയുന്നത് ബെഡ്റൂം ഒരു സ്റ്റെയർ കയറിയിട്ടുള്ള സെക്ഷനിലാണ്. ഈ റൂമിൽ പിന്നെ ബാൽക്കണി ഉണ്ട്. ഞങ്ങളുടെ റൂമിലൊന്നും ബാൽക്കണി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. ഒരു കർട്ടൻ്റെ സൈഡിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ബട്ട് ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ഇക്കാക്ക് ഇങ്ങനെ ഓരോ റൂമിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഈ ലേമറഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് ക്രൗൺ പ്ലാസ. അങ്ങനത്തെ പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ റൂം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. സ്റ്റെയർ കയറി കഴിഞ്ഞ ഒരു ബെഡ്റൂം, TV ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബാത്റൂമും ഉണ്ട്. ഇവിടെ താഴത്തും ഇതുപോലൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് പൂള് യൂസ് ചെയ്യാനുള്ള സമയം 7 ആകുമ്പോഴത്തേന് കഴിയും കേട്ടോ. രാത്രി 7 ആകുമ്പോഴത്തേന് കഴിയും. അപ്പം പിന്നെ ഏകദേശം ആ സമയം ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറയായിരുന്നു, അയ്യോ ഇന്ന് പൂളിൽ ഇറങ്ങാൻ പറ്റൂലല്ലോ എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ പറയും നമുക്ക് നാളെ മോർണിംഗ് ടൈം ഉണ്ടല്ലോ അപ്പോൾ ഇറങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ എത്തി. ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കാണ് പോവുക കേട്ടോ. പുറത്ത് കാണാൻ വേണ്ടിയിട്ട് ഇരുട്ടാവണീൻ്റെ മുന്നേ ഏകദേശം കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് പൂൾ സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ലേമറിഡിയൻ്റെ ഫ്രെയിം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അവിടെ കായലാണ്. പൂളിൻ്റെ ബാക്ക് സൈഡ് കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ ഒരു കായലാട്ടോ. ലെമറിഡിൻ ഒരു കായലിൻ്റെ അരികിലാണുള്ളത്. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ഈവനിങ് വാക്ക്. ഏകദേശം സൺസെറ്റ് ഒക്കെ ആവാനായിട്ടുണ്ട്. അപ്പം നല്ല ഭംഗി കാണാൻ. കുറച്ച് നേരം ഞങ്ങളത് അവിടെ ഇങ്ങനെ നിന്ന് ആസ്വദിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ.
ഞങ്ങളൊന്ന് അവിടെ മുഴുവനായിട്ടൊന്ന് റൗണ്ട് അടിച്ച് എല്ലാം കണ്ടു. ഇനി നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ മുഴുവനായിട്ട് വീഡിയോ എടുത്തത്. പിന്നെ ഇതാ ഞാൻ ഇവിടെ നിന്നൊരു റീൽസ് എടുക്കുമായിരുന്നു, നല്ല അടിപൊളി വ്യൂ കണ്ടപ്പം. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് അതിനൊന്നുള്ള സമയം കിട്ടിയില്ല. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ആണ്, ബാക്ക് സൈഡ് ഏരിയ ആണ്. ഇതിലൂടെ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പറ്റും. പിന്നെ ഞങ്ങളൊരു കേക്ക് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ, അങ്ങനെ അത് വാങ്ങിച്ചു. ജസ്റ്റ് വെറുതെ വാങ്ങിച്ചതായിരുന്നു. എന്തായാലും ഇക്കാക്കാൻ്റെയും താത്താൻ്റെയും വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ അല്ലേ ഈ ട്രിപ്പ്. എന്തായാലും അടുത്ത മാസം എസൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം എന്തായാലും അവളുടെയും കൂടെ പേര് എഴുതിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ആക്കാലോ എന്ന് പറയുന്നുണ്ടോ. മാഷാ അല്ലാ, ശരിക്കും എൻജോയ് ചെയ്ത സമയമായിരുന്നു കേട്ടോ ഇതൊക്കെ. മക്കളും ഇത്താത്താരും ഇക്കാക്കാരൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ കയറി ദാഹിമിന് ഫുഡൊക്കെ ഉണ്ടാക്കി അവന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഹലോ ഹായ്, അങ്ങനെ അതാ ഞങ്ങൾ ലേമറിഡിയിൽ എത്തി. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഫുൾ ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. ഞാൻ ഓൺ വോയിസ് വീഡിയോസ് എടുക്കണം എന്നാണ് കരുതിയത്. എനിക്ക് വീഡിയോ എടുക്കാനും ഓൺ വോയിസ് കൊടുക്കാനും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പരമാവധി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവന് ഫുൾ ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ട് ഇപ്പോൾ ഫ്രഷായി. ഞാൻ ദാഹിമിന് ഫുഡൊക്കെ കൊടുത്ത് ഫുൾ സെറ്റാക്കി. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഞാൻ ഈ റൂമിൻ്റെ ഒരു റൂം ടൂർ ചെറിയൊരു ഔട്ട്ലുക്ക് ആകെ മെസ്സായി കിടക്കണം. ഇവിടെ വന്ന് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ ഞാൻ കയറുമ്പോൾ തന്നെ വീഡിയോ എടുക്കണമെന്ന് കരുതിയതാണ്. ബട്ട് എനിക്ക് അതിനൊന്നും പറ്റിയില്ല. ഞാൻ ഇപ്പോൾ ഒരു ഔട്ട്ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റൂം. അവിടെ ദാഹിമിൻ്റെ കാര്യങ്ങളൊക്കെ ആകെ മെസ്സായി കിടക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മോർണിംഗ് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ ബൈ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും കൂടി ഒരുമിച്ചാട്ടോ പോകുന്നത്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ബൊഫെ സിസ്റ്റം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചിരിക്കണ്ട, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫാമിലി ആയിട്ടാണ് ഇരുന്നത്. പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ സാലഡ് വെറൈറ്റീസും അതുപോലെ തന്നെ സ്വീറ്റ്സും അടങ്ങിയ സെക്ഷനായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെ ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. റൊട്ടിൻ്റെ വെറൈറ്റീസൊക്കെ അവർ ലൈവായിട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു. അതുപോലെ ഓംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ.
പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം റൂമിൽ പോയി എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് നേരം ഇരുന്നു. പിന്നെ പോയി കിടന്നുറങ്ങിട്ടോ. പിന്നെ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, എൻ്റെ ഫോൺ ഓഫായി. നെക്സ്റ്റ് ഡേ ഞാൻ വേറെ പാർട്ട് 2 ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.